അഴകിയ സിംഹം കഥയുടെ തുടർച്ച. പാർവതിയുമായി ലൈബ്രറിയിൽ നിന്ന് വെളിയിലേക്കിറങ്ങിയ ജയൻ സാർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കോളേജ് വരാന്തയിലൂടെ നടക്കുവാൻ തുടങ്ങി. പ്രിൻസിപ്പൽ മാഡവും പ്യൂൺ ശങ്കരേട്ടനും ഉൾപ്പെടെ നിരവധി പേർ ആ രംഗത്തിന് സാക്ഷിയായി നിന്നു. അവരെ ആരെയും കണ്ട ഭാവം പോലും നടിക്കാതെ പാർവതിയുമായി ജയൻ സാർ മുൻപോട്ട് തന്നെ നടന്നു. തെല്ലും ഭയമോ ആശങ്കയോ ഇല്ലാത്ത സാറിന്റെ ആ മുഖത്തേക്ക് പാർവതി അത്ഭുതത്തോടെ നോക്കി. പല വർണ്ണത്തിലുള്ള പൂക്കളും കിളികളും ചിത്രശലഭങ്ങളും വൃക്ഷലതാദികളും നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരവും അവർണ്ണനീയവുമായ ഒരിടത്തിൽ അവർ എത്തിച്ചേർന്നു. പാർവതി ഒരു നിമിഷം എല്ലാം മറന്ന് ആ സ്ഥലത്തിന്റെ മനോഹാരിത ആസ്വദിച്ച് ഒരു മായാലോകത്തിൽ എന്ന പോലെ നിന്നുപോയി. കഥകളിലൂടെ മാത്രം വായിച്ചറിഞ്ഞിട്ടുള്ള ഇങ്ങനെയൊരു സ്ഥലത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ എല്ലാമെല്ലാമായ ജയൻ സാറുമൊത്തുള്ള അനുരാഗ നിമിഷങ്ങൾ പാർവതി പലപ്പോഴായി സ്വപ്നം കാണാറുണ്ടായിരുന്നു. താൻ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് അവൾ ജയൻ സാറിന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് പ്രസന്നതയുടെ ഒരു ചെറുകണിക പോലും ഉണ്ടായിരുന്നില്ല. സാർ കാര്യമായി എന്തോ ആലോചിച്ചു നിൽക്കുകയായിരുന്നു. പാർവതി മെല്ലെ സാറിന്റെ അരികിലേക്ക് നടന്നു. സാറിന് എന്നോട് എന്താ പറയാനുള്ളത്? ജയൻ സാർ പെട്ടെന്ന് പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഡൽഹിയിൽ നിന്ന് ലോങ് ലീവിൽ ഇവിടെ വന്ന് ഈ ജോലി ചെയ്യുന്നത് എന്തിനാണെന്ന് നിനക്കറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ സാർ പതിയെ മുൻപോട്ട് നടക്കുവാൻ തുടങ്ങി. സാറ് പറയുന്നത് കേട്ടുകൊണ്ട് പാർവതി സാറിനെ അനുഗമിച്ചു. ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായാണ് എനിക്ക് ക്രൈം ബ്രാഞ്ചിൽ ജോലി ലഭിക്കുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PGയും MPhilഉം കഴിഞ്ഞ് കൊല്ലത്തെ ഫാത്തിമ മാതാ കോളേജിൽ അധ്യാപകനായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഡൽഹിയിൽ നിന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നത്. നാട്ടിൽ നിന്ന് ഒരുപാട് അകലെ ആയിരുന്നെങ്കിലും ഞാൻ ഏറെ ആഗ്രഹിച്ച് ലഭിച്ച ജോലിയായതുകൊണ്ട് തന്നെ ആ അകലം എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ജോയിൻ ചെയ്ത് ആദ്യത്തെ 1-2 വർഷം എൻ്റെ മുന്നിലെത്തിയ പരാതികളിലെല്ലാം ഞാൻ സത്യസന്ധമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷെ പിന്നീട് എൻ്റെ മേലുദ്യോഗസ്ഥന്മാരെയും ഡൽഹിയിലെ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടെ പണം കൊടുത്ത് സ്വാധീനിച്ച് തൻ്റെ വരുതിക്കുള്ളിലാക്കി വെച്ചിരുന്ന ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ എനിക്ക് നേരിടേണ്ടി വന്നു. 10,000-കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ താമസിച്ചിരുന്ന ഡൽഹിയിലെ ഒരു കോളനി ഒരൊറ്റ രാത്രി കൊണ്ട് അവനും അവൻ്റെ സംഘവും ചേർന്ന് കത്തിച്ച് ചാമ്പലാക്കി. വീടും കുടുംബവും സ്വന്തക്കാരും നഷ്ടപ്പെട്ട് അനാഥരായ ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങൾ. അവരുടെ നിലവിളി കേൾക്കാൻ അവിടുത്തെ പോലീസിനോ നിയമത്തിനോ രാഷ്ട്രീയക്കാർക്കോ കഴിഞ്ഞില്ല. പക്ഷെ അത് കണ്ട് എനിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലായിരുന്നു. എൻ്റെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിത്തിരിച്ചു. ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങൾ എനിക്കൊപ്പം കൂടി. വേണ്ടത്ര സാക്ഷിമൊഴികളും തെളിവുകളും ശേഖരിച്ച് ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ശക്തമായ സാക്ഷിമൊഴികളുടെ പിൻബലത്തിൽ അവൻ പണം കൊടുത്ത് സ്വാധീനിച്ചു വെച്ചിരുന്ന നിയമത്തിന് പോലും അവനെ രക്ഷിക്കാനായില്ല. ഒടുവിൽ അവൻ ജയിലിലടയ്ക്കപ്പെട്ടു. അവൻ കാരണം നിരന്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ജനങ്ങൾ അന്നു മുതൽ സന്തോഷിച്ചു തുടങ്ങി. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. 2 മാസത്തിനു ശേഷം അവൻ വീണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അതിനുശേഷം എന്നെ ഇല്ലാതാക്കാൻ അവൻ നിരന്തരം പരിശ്രമങ്ങൾ നടത്തി. അതൊന്നും ഫലം കാണുന്നില്ല എന്ന് വന്നപ്പോൾ അവൻ എൻ്റെ കുടുംബത്തെ ആക്രമിച്ചു. നാട്ടിൽ നിന്ന് എന്നെ കാണാൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ട എൻ്റെ സഹോദരിയെയും അവളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും അവനും അവൻ്റെ സംഘവും ചേർന്ന് നിഷ്കരുണമില്ലാതെയാക്കി. വെറും 6 മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ പോലും അവർ വെറുതെ വിട്ടില്ല. ആ വേദനയിൽ മനംനൊന്ത് നാട്ടിൽ വെച്ച് എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കി അവനെയും അവൻ്റെ സംഘത്തെയും കൊന്ന് നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. അതിനായി ഞാൻ ഇറങ്ങി പുറപ്പെട്ടതുമാണ്. പക്ഷേ എൻ്റെ അമ്മയെ ഓർത്തപ്പോൾ എനിക്കതിന് കഴിഞ്ഞില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ജയൻ സാറിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. പാർവതി ഒന്നും മിണ്ടാതെ ദുഃഖഭാവത്തോടെ ജയൻ സാർ പറയുന്നത് കേട്ടുനിന്നു. സാർ തുടർന്നു. ഒടുവിൽ
എനിക്കെൻ്റെ അമ്മയെയും കൂടി നഷ്ടപ്പെടുമെന്ന സ്ഥിതിയായപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഡൽഹിയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു. എൻ്റെ അച്ഛൻ്റെയും സഹോദരിയുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീട്ടിൽ നിന്നും ഒരു മാറ്റം അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുമായി ഇവിടേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നത് എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമായ അവനെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം ഒരിക്കലും ഞാൻ മറന്നിട്ടില്ലായിരുന്നു. ഓരോ നിമിഷവും ആ ലക്ഷ്യം എൻ്റെ ഉള്ളിൽ നീറി പുകഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രയും പറഞ്ഞതിനു ശേഷം ജയൻ സാർ തിരിഞ്ഞ് പാർവതിയെ നോക്കി. പക്ഷേ നിന്നെ കണ്ടത് മുതൽ, നിന്റെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയത് മുതൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തെ മറന്നു. കഴിഞ്ഞ ദിവസം നീ അതേപ്പറ്റി എന്നോട് ചോദിച്ചപ്പോഴാണ് വീണ്ടും എനിക്കത് ഓർമ്മ വന്നത്. നിന്നെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ മറക്കുന്നു. നിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ എൻ്റെ ലക്ഷ്യത്തെ മറക്കും. എനിക്ക് വേണ്ടി നീയും നിന്റെ ജീവിതം നശിപ്പിക്കുകയാണ്. എൻ്റെ സ്നേഹത്തിന് വേണ്ടി ക്ലാസ്സിൽ പോലും കയറാതെ, എക്സാമും എഴുതാതെ നീ നിന്റെ ഭാവി നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ എതിർത്താലും ഉടൻ തന്നെ ഞാൻ ഡൽഹിയിലേക്ക് പോകും. എൻ്റെ മനസ്സിൽ വർഷങ്ങളായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീക്കനൽ എനിക്ക് കെടുത്തിയേ മതിയാവൂ. എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ക്രോധം കൊണ്ട് ജ്വലിച്ച ജയൻ സാറിന്റെ മുഖത്ത് ആ നിമിഷം നിർഭയത്വവും വീരഭാവവും ദർശിക്കാൻ പാർവതിക്ക് കഴിഞ്ഞു. സാറിന്റെ ഈ തീരുമാനത്തിൽ നിന്നും ഏത് വിധേനയും സാറിനെ പിന്തിരിപ്പിക്കണമെന്ന് അവൾക്ക് തോന്നി. വേണ്ട സാർ, സാറിന്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്നിട്ടിപ്പോ ഞാൻ കാരണം വീണ്ടും സാറിന്റെ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ സാറല്ലാതെ വേറെ ആരാ ഉള്ളത്? ആ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് സാർ ഒന്നും ചെയ്യരുത്. ഒരിക്കൽ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സാറിൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ ആ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാ. ഇതിൻ്റെ പിന്നിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. സാറിൻ്റെ ലക്ഷ്യത്തെ എന്നേക്കുമായി മറക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ സാറ് ഇപ്പോൾ എടുത്ത ഈ തീരുമാനം അത് മാറ്റണം. സാറിൻ്റെ അമ്മയെ ഓർത്ത് സാറ് ഇവിടെ നിന്ന് എവിടേക്കും പോകരുത്. എന്നെ കാണുന്നത് കൊണ്ട് സാറിൻ്റെ ലക്ഷ്യത്തെ സാറ് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ സ്നേഹവും പറഞ്ഞ് ഞാൻ സാറിൻ്റെ മുന്നിൽ വരില്ല. ഞാൻ ക്ലാസ്സിൽ കയറിക്കോളാം, എക്സാം എഴുതിക്കോളാം. സാർ ഇന്നലെ പറഞ്ഞില്ലേ മറ്റെല്ലാവരെയും പോലെ ഞാനും സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന്. എന്നെ കാണുമ്പോൾ സാറ് അങ്ങനെ മാത്രം കരുതിയാൽ മതി. നിറഞ്ഞൊഴുകിയ മിഴികളുമായി ഇത്രയും പറഞ്ഞതിനു ശേഷം പാർവതി ജയൻ സാറിന്റെ കയ്യിൽ പിടിച്ചു. ദയവ് ചെയ്ത് സാറിന്റെ ഈ തീരുമാനം മാറ്റണം. ഇനി എൻ്റെ സ്നേഹവും പറഞ്ഞ് ഞാൻ സാറിന്റെ മുന്നിൽ വരില്ല. ഇത് ഞാൻ സാറിന് തരുന്ന വാക്കാ. എന്നെ വിശ്വസിക്കണം. ജയൻ സാറിനെ കുറിച്ച് ഓർത്തുള്ള ഹൃദയവേദനയിൽ വീട്ടിലേക്ക് വന്നു കയറിയ പാർവതി കണ്ടത് തന്നെയും കാത്ത് പടിപ്പുരയിൽ നിൽക്കുന്ന തൻ്റെ അച്ഛനെയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ അച്ഛനെ മുന്നിൽ കണ്ടപ്പോൾ പാർവതിയുടെ മനസ്സ് നിറഞ്ഞു. അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറേ നേരമായി. നീ വരുന്നത് നോക്കി ഇവിടെ നിൽക്കുമായിരുന്നു. വാ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയുടെ അച്ഛൻ അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. എൻ്റെ മോളുടെ സ്വഭാവമൊക്കെ ആകെ മാറിപ്പോയെന്ന് നിന്റെ അമ്മ പറഞ്ഞു. മോളുടെ ആ പഴയ പിണക്കവും ദേഷ്യവും വാശിയും കൂടെയുള്ള തറുതല പറച്ചിലും എല്ലാം മാറി അവളിപ്പോൾ നല്ല കുട്ടിയായെന്ന്. എന്താ അതിൻ്റെ കാരണം? അച്ഛൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോഴും പാർവതിയുടെ മനസ്സിൽ ജയൻ സാർ മാത്രമായിരുന്നു. ആ കാരണം എന്തു തന്നെ ആയാലും അത് നിന്റെ സ്വഭാവത്തിലും ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നതെന്ന് അച്ഛന് മനസ്സിലായി.
അതുകൊണ്ട് അതെന്തു തന്നെയായാലും എൻ്റെ മോൾ അതിനെ മുറുകെ പിടിക്കണം. അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. പാർവതിയുടെ രൂപവും അവളെക്കുറിച്ചുള്ള ഓർമ്മകളും തൻ്റെ മനസ്സിൽ നിന്ന് മനഃപൂർവ്വം മായ്ച്ചു കളയാൻ ജയൻ സാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അതിനായി ശ്രമിക്കുമ്പോഴൊക്കെയും അതിന് വിപരീതമായി അവളെക്കുറിച്ചുള്ള കൂടുതൽ ഓർമ്മകൾ സാറിൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സാറിൻ്റെ ദിവ്യമായ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുന്ന എനിക്ക് ഇന്നൊരു പൂവിനെ പോലും നുള്ളി നോക്കാനാവില്ല. എൻ്റെ ജീവിതം ഇത്രമേൽ മനോഹരമാക്കിയ സാറിനെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്, പ്രണയിക്കേണ്ടത്? യു ആർ മൈ അൾട്ടിമേറ്റ് ലവർ. യു ആർ മൈ ഡിവൈൻ ഹസ്ബൻഡ്. റിയലി ഐ ലവ് യു. പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന പാർവതിയുടെ ആ വാക്കുകൾ ജയൻ സാറിന്റെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ജയൻ സാറിനോട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു നിമിഷം പോലും തനിക്ക് സാറിനെ മറന്ന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം പാർവതിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവൾ വീണ്ടും വീണ്ടും തൻ്റെ ഹൃദയത്തിലും ആത്മാവിലും ജയൻ സാറിനോടുള്ള ദിവ്യാനുരാഗം നിറച്ചുകൊണ്ടേയിരുന്നു.